പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കണ്ട 2 വാർത്തകൾ മാത്രം പറയാം. ഒന്ന്, നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി, ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത്, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18ാമത്തെ വയസ്സ് ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരു വിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ളൊരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം കൂടെ ഈ ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇപ്പോഴും സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, പ്രായഭേദമന്യേ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ. ഇന്ന് പോലും KSUവിൻ്റെ DG ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു. സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തകരോടുള്ള എൻ്റെ മുൻകാലങ്ങളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല, എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല, എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പം എനിക്കൊരു പ്രവർത്തക നിലയിലുള്ള അഭ്യർത്ഥന, എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് ആരോപണങ്ങൾ എന്താ രാഹുൽ? ആരോപണങ്ങൾ
രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്നും പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ പ്രധാനമായും പറയേണ്ടത് പുറത്തു വന്ന ഓഡിയോയെ കുറിച്ചാണ്. അതിലൊരു വിശദീകരണം രാഹുൽ നൽകൂ. അതൊന്ന് പറയും. അന്വേഷണ സംഘത്തിന്റെ പരിധി കാര്യങ്ങൾ വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞത് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി ഓഡിയോ രാഹുലിന്റെ ആണോ അല്ലയോ? തുടർന്നുള്ള നിയമസഭാ സമ്മേളനത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ വരുമോ? മാധ്യമപ്രവർത്തകർ ചോദിച്ചു. മറുപടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. പോയി പിന്നെയും കിടന്നതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയില്ല. ചോദ്യങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറുകയാണ്. ഓഡിയോ തൻ്റേതാണോ? പുറത്തെത്തിയ ഗർഭഛിദ്രം നടത്തിയ ഓഡിയോ തൻ്റേതാണോ? അല്ലെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയില്ല. അല്ലെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞില്ല. അത് അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്നതാണത്രേ. എന്നിട്ട് സർക്കാർ വിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞ് തനിക്ക് നേരെ വന്ന ചോദ്യങ്ങൾക്ക് കൃത്രിമ പ്രതിരോധം തീർക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനീളം ശ്രമിച്ചത്. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും ഒന്നിനും മറുപടിയില്ല. തുടർന്നുള്ള നിയമസഭാ സമ്മേളനങ്ങൾ വരുമോ? അതേക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം മൗനം പാലിക്കുന്നു. അതായത് ദീപാദാസ് മുൻഷിയെ കണ്ടു എന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു. അത് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വന്ന വാർത്തകൾ ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടം വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ല. തനിക്ക് നേരെ വരുന്ന ആരോപണത്തെ സംബന്ധിച്ച്, തുടർന്നുള്ള നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിനെ സംബന്ധിച്ച്, മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രൊട്ടക്ഷൻ ഒരുക്കിയ വിഷയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരെ ധിക്കരിച്ചാണോ എത്തിയത് എന്നതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ വിവിധ കോണുകളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയില്ല. സാരംഗ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, എന്തൊക്കെയാണ് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളിൽ മാത്രം മറുപടി പറഞ്ഞ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്? സാരംഗ്. അജിംഷാദ് ആദ്യമേ തന്നെ സൂചിപ്പിക്കേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ യാതൊരു വിധത്തിലുള്ള മറുപടികളും നൽകാതെ ഒഴിഞ്ഞുമാറുന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അല്പം സമയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് വി.ഡി. സതീശൻ്റെ വാക്ക് നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ ഈ സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അത്തരത്തിൽ താനിപ്പോൾ പാർട്ടിയിലുണ്ട്, അതായത് കോൺഗ്രസിൻ്റെ അംഗമാണ്, നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനല്ല എങ്കിൽ പോലും താനൊരു സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്, അത്തരത്തിലുള്ള മറുപടികളാണ് ഈ ഇത്തരത്തിൽ. തീർച്ചയായും അത് സാരംഗ് അത് അദ്ദേഹം പറഞ്ഞത് ആലങ്കാരികമായാണ്. കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ മനസ്സോടുകൂടിയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ മാത്രം. കൃത്യമായും മെറിറ്റോടു കൂടിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അതെന്തൊക്കെയായിരുന്നു? നിയമസഭാ സമ്മേളനത്തിന് പങ്കെടുക്കുമോ? തുടർന്നുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുമോ? ഈ വി.ഡി. സതീശൻ അടക്കമുള്ളവരെ ധിക്കരിച്ചുകൊണ്ടാണ് താങ്കൾ വന്നതെന്ന വാർത്തയുണ്ടല്ലോ. ഇത് അടക്കമുള്ള ചോദ്യങ്ങളിൽ ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ് മറുപടി പറഞ്ഞത്. ദീപാദാസ് മുൻഷിയുമായി കാണാൻ അനുമതി ചോദിച്ചിരുന്നു, കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു, പക്ഷേ അത് അനുവദിച്ചില്ല എന്നതൊഴിച്ച് ഒരു കാര്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലല്ലോ രാഹുൽ, അല്ലേ? എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ? ഓഡിയോ സന്ദേശം അടക്കം. സാരംഗ്. തീർച്ചയായും അജിംഷാദ്, അത്തരത്തിലുള്ള യാതൊരു ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം നൽകിയില്ല എന്നുള്ളതാണ്. പ്രധാനമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, അതായത് ഈ ഒരു വിവാദം ഉയർന്നു വന്ന സമയം മുതൽ വ്യക്തമായി പുറത്തു വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ സന്ദേശം. 2 സ്ത്രീകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തണം എന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് 2 വനിതകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം രാഹുലിൻ്റെതായിട്ടുള്ള പേരിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ കാര്യം ചോദിച്ചപ്പോൾ യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്താതെ മിണ്ടാതെ മാറി ഒഴുകി
വീഴുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നുണ്ട്, ആ പുറത്തു വന്ന, അതായത് മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്ന ആ ഓഡിയോ സന്ദേശം താങ്കളുടേതാണോ? അതിന് യെസ് ഓർ നോ ഒരു ചോദ്യം, അതായത് അതിന് ഉത്തരം പറയാമോ എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവും പറയാതെ ഓടി ഒളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ അല്പം സമയം കണ്ടത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധം തീർക്കുകയാണ്. വിഷയത്തിൽ രാഹുലിന് തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ നിന്ന് രാഹുലിന് തന്നെ വലിയൊരു എതിർപ്പ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത്. പ്രധാനമായും ഈ വി ഡി സതീശന്റെ വാക്ക് തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ നിയമസഭയിൽ പങ്കെടുത്തത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അത് ഇനി വരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന KPCC നേതൃത്വ യോഗത്തിൽ ഉൾപ്പെടെ ചർച്ചയാകും. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി ദീപ, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും വിലക്കുകയാണ് ദീപാദാസ് മുൻഷി ചെയ്തത്. ആ കാര്യം ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രാവിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ KPCC ഓഫീസിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ രാഹുലിന്റെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ തയ്യാറാണോ എന്ന് ദീപാദാസ് മുൻഷിയോട് ചോദിച്ചപ്പോൾ രാഹുലിന്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള പ്രതികരണവും നടത്താൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. എന്തിനായാലും ഈ ഒരു വിഷയത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടി ഒളിക്കുന്ന കാഴ്ചകളാണ്. തീർച്ചയായും. മാത്രമല്ല ഈ ഓഡിയോയുടെ കാര്യം ഇപ്പോൾ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഓഡിയോയുടെ കാര്യം പറയുന്നില്ല, തുടർന്നുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ അത് രാഹുൽ വ്യക്തമായി മറുപടി പറഞ്ഞു. അപ്പോൾ ഇന്നൊന്ന് പങ്കെടുത്തിട്ട് പോകാം, എതിർപ്പുകൾ എങ്ങനെയുണ്ട് എന്നറിയാം എന്നൊക്കെയുള്ള ചില സ്ട്രാറ്റജിക്കൽ മൂവുകളായിരിക്കാം, അല്ലെങ്കിൽ ടാക്ടിക്സ് ആയിരിക്കാം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചതെന്ന് ചില കോണുകൾ പറയുന്നുണ്ട്. പക്ഷേ വലിയ എതിർപ്പ് കോൺഗ്രസിനുള്ളിൽ തന്നെ രൂപം കൊള്ളുന്നു. VD സതീശൻ അടക്കമുള്ളവരുടെ പൊയ്മുഖങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ? ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങോട്ടേക്കാണ് ഇതിനു ശേഷം പോയത്? സാരംഗ്. അജിംഷാദ്, ഇനിയുള്ള നിയമസഭാ സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളത്. എന്തിനാലും ഈ VD സതീശന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം കോൺഗ്രസിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുപോയിട്ടുള്ളത്. എന്തിനാലും കോൺഗ്രസിനിടയിൽ വീണ്ടും ഒരു വലിയ വിഭാഗതയ്ക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു തർക്കങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ സമയം മുമ്പ് കണ്ടതാണ്, ഇത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, അതുപോലെ തന്നെ MM ഹസൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രാഹുലിന്റെ വിഷയത്തിൽ KPCC തീരുമാനമെടുക്കട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ നിലവിൽ പാർട്ടിയിലില്ല. സാരംഗാണ് വിവരങ്ങൾ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും പൊഴിഞ്ഞു വീഴുകയാണ്. നിയമനിർമ്മാണ സഭ മന്ദിരത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഹുൽ പൊഴിഞ്ഞു വീഴുകയാണ്. ഒപ്പം ഉത്തരങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടം പോകുമ്പോൾ VD സതീശൻ അടക്കമുള്ള സണ്ണി ജോസഫ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വവും അത്തരത്തിൽ അഴിഞ്ഞു വീഴുന്നു. ഈ കാഴ്ചയാണ് ഈ രാഷ്ട്രീയ കേരളം ഈ മുഹൂർത്തങ്ങളിൽ കാണുന്നത്.